ഹലോ ഗായ്സ്, കം ഗെറ്റ് റെഡി വിത്ത് മീ ടു മൂകാംബിക ടെമ്പിൾ. ഞാനിവിടെ ലെൻസൊക്കെ ഇട്ടു. പിന്നെ മോയ്സ്ചറൈസർ, മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. മുഖത്തും കഴുത്തിനൊക്കെ ആക്കി. പിന്നെ അക്വലോജിക്കയുടെ സൺസ്ക്രീൻ എടുക്കുന്നുണ്ട്. അതും മുഖത്തും കഴുത്തിനൊക്കെ ആക്കുന്നുണ്ട്. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സ്കിൻ പ്രെപ്പ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം ഞാനിവിടെ മേബിലിൻ്റെ ഏജ് റിവൈൻഡ് കൺസീലർ ഇൻ ദ ഷെയ്ഡ് ബട്ടർ സ്കോച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ ആക്ച്വൽ സ്കിൻ ടോണിനെക്കാളും ഇച്ചിരി ഡാർക്കാണ്, ബട്ട് അണ്ടർ ഐസിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡായി പോകുന്നുണ്ട്. ഞാൻ മൂക്കിന് ചുറ്റും ആക്കിക്കഴിഞ്ഞാൽ എങ്ങാനും ഓവറായി പോകുമെന്ന് വെച്ചിട്ട് ബാക്കി വരുന്നത് മാത്രമേ ഞാൻ ആക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ പെരിപെറ എയറിങ് വെൽവെറ്റിൻ്റെ ഒരു ലിപ് ടിൻ്റാണ് ഞാൻ ആക്കുന്നത്. അതെപ്പോഴും എനിക്ക് ബേസ് ആക്കി ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇത് ഭയങ്കര സ്മൂത്ത് ആക്കും ചുണ്ടിൻ്റെ സർഫസ്. സോ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഇത് ഞാൻ എപ്പോഴും ഇടാറുണ്ട്. പിന്നെ എറ്റ്യൂഡ് ഹൗസ് ഫിക്സിംഗ് ടിൻറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഒരു എന്താ പറയുക, റെഡിഷ് ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ്. അത് ഞാൻ ആദ്യം മൊത്തം ഔട്ട്ലൈൻ ചെയ്തിട്ട് പിന്നെയാണ് ഉള്ളിലോട്ടൊക്കെ ലിപ്സിൻ്റെ ഉള്ളിലൊക്കെ ആക്കുന്നത്. അതേ ലിപ് ടിൻ്റ് യൂസ് ചെയ്തിട്ട് ബ്ലഷ് പോലെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മാസിൻ്റെ ഫൗണ്ടേഷൻ ബ്രഷാണ്. ആ ബ്രഷ് യൂസ് ചെയ്തിട്ട് ചീക്സിൻ്റെ ഹൈ പോയിൻറ്റ്സിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നോസിൻ്റെ ടിപ്സിലും ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഡാൽബയുടെ സിറം സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഗ്ലോയി ഡൂയി ഫിനിഷ് കിട്ടുന്നൊരു സ്പ്രേ ആണ്. പിന്നെ ഞാൻ ലൂസ് പൗഡർ ആക്കുന്നുണ്ട്. മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു ലൂസ് പൗഡറാണ്, ബനാന പൗഡറാണ്. അത് എനിക്ക് ഷൈനിങ് വേണ്ടാത്ത പ്ലേസിൽ മാത്രമേ ആക്കുന്നുള്ളൂ. ഹൈ പോയിൻറ്റ്സ് ഒഴികെയുള്ള പ്ലേസിലൊക്കെയാണ് ആക്കുന്നത്. മൂക്കിന് ചുറ്റും നെറ്റിയുടെ സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് ആക്കുന്നത്. അണ്ടർ ഐസിലൊക്കെ ആക്കിയിട്ടുണ്ട്. അടുത്തത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബാക്ക് ടു ബേസിക്സ് എന്ന് പറഞ്ഞൊരു മാസിൻ്റെ ഐ ഷാഡോ പാലറ്റാണ്. ഇതിൽ ഭയങ്കര ന്യൂട്രൽ ഷെയ്ഡ്സ് ആണ്. അടിപൊളി പാലറ്റാണ്. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാലറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഐ ഷാഡോസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ബ്രഷ് എടുക്കാൻ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. സോ ആദ്യം ഞാൻ വിരൽ വെച്ച് തന്നെ ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് അപ്ലൈ ചെയ്തു. പിന്നെ എൻ്റെ പിങ്ക് ബ്ലൗസായിട്ട് മാച്ച് ആകുന്നില്ല തോന്നിയുകൊണ്ട് ഇച്ചിരി ലൈറ്റ് ആക്കാൻ വേണ്ടി ഞാൻ സ്ക്രീനിൽ കാണിച്ച ആ കളർ കൂടി മിക്സ് ചെയ്തിട്ടാണ് ആക്കിയത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ആപ്ലിക്കേറ്റർ കൊണ്ട് ഞാൻ ആ ഷെയ്ഡൊക്കെ മിക്സ് ചെയ്തിട്ട് താഴെയും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു. രണ്ട് കണ്ണിൻ്റെ താഴെയും ആ സെയിം ആപ്ലിക്കേറ്റർ വെച്ചാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഇവിടെ ലാക്മിയുടെ ഐക്കോണിക് ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കൊല്ലങ്ങളായിട്ട് ഞാൻ ഐലൈനർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും രണ്ട് കണ്ണിൻ്റെയും വരയ്ക്കുന്നത് ഒരുപോലെ ഇതുവരെ വന്നിട്ടില്ല. ലൈക്ക് ഒരു കണ്ണ് മാത്രം നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും, മറ്റേ കണ്ണും ഭംഗിയായിരിക്കും. പക്ഷെ രണ്ടും കൂടി ഒരുമിച്ച് നോക്കുന്ന സമയത്ത് എന്തെങ്കിലുമായിട്ട് വശപ്പശക് വരാറുണ്ട്. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഞാൻ ആ ഐലൈനർ ചെയ്യുന്ന സമയത്ത് എൻ്റെ ലെൻസ് ഇച്ചിരി കൂടി ഹൈലൈറ്റായി നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അതുകൊണ്ടും കൂടിയാണ് ഞാൻ ബ്ലാക്ക് ഐലൈനർ വെച്ചിട്ട് ഐലൈൻ ചെയ്യുന്നത്. അത് എന്താ പറയുക, ഇച്ചിരി കൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ലെൻസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരു അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇവളെന്തിനെ ഇത്രയും ഒരുങ്ങുന്നേന്ന്. ഇങ്ങനെയൊക്കെയല്ലേ ഒരുങ്ങാൻ പറ്റുന്ന അവസരങ്ങൾ. അറിയാത്ത നാട്, അറിയാത്ത അമ്പലം, അറിയാത്ത ആൾക്കാർ, ജഡ്ജ് ചെയ്യാൻ ആരുമില്ല. സോ മാക്സിമം അങ്ങ് ഒരുങ്ങുക. ഒരുങ്ങി ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അടുത്തത് ഞാനിവിടെ ലാക്മിയുടെ ഐക്കോണിക് കാജലാണ് യൂസ് ചെയ്യുന്നത്. അത് ഐലിഡിൻ്റെ മുകളിൽ മാത്രം ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. താഴെയൊന്നും ആക്കുന്നില്ല, ജസ്റ്റ് അപ്പർ ലിഡിൽ മാത്രം രണ്ട് കണ്ണിൻ്റെയും ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ലാഷ് കേളർ യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് കണ്ണിനും നന്നായിട്ട് ലാഷസൊക്കെ കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് വലിയതായിട്ട് ലാഷ് ഇല്ല, തിക്നെസ് അത്യാവശ്യം കുറവാണ്, ബട്ട് അത് ലാഷ് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊരു മേബിലിൻ്റെ മസ്കാരയാണ്. പേര് എനിക്ക് ഓർമ്മയില്ല. അത്യാവശ്യം വൈറലായിട്ടുള്ളൊരു മസ്കാരയാണ്, പക്ഷേ എനിക്ക് അത്ര വലിയതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ലോറിയലിൻ്റെ ഒരു മസ്കാരയുണ്ട്, അതാണ് എൻ്റെ ഫേവറേറ്റ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത് തന്നെയാണ് വാങ്ങാൻ പോകുന്നത്. സോ രണ്ട് കണ്ണിനും മസ്കാര ആക്കുന്നുണ്ട്. ലോവർ ലാഷ് ലൈനിലും ആക്കുന്നുണ്ട്. വലിയ ലാഷ് ഇല്ലെങ്കിലും ഞാൻ അവിടെ ആക്കുന്നുണ്ട്. പിന്നെ അടുത്തത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പെൻസിലാണ്. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇത് അത്യാവശ്യം ഭയങ്കര നൈസായിട്ടുള്ളൊരു ഐബ്രോ പെൻസിലാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് എന്ന് വേണമെങ്കിലും പറയാം.
ഇതിൽ തന്നെ സ്പൂളിയും ഉണ്ട്, ഐബ്രോ പെൻസിലും ഉണ്ട്. സോ ആദ്യം ഞാൻ സ്പൂളിയെ കൊണ്ട് ജസ്റ്റ് പുരികൊക്കെ ഇങ്ങനെ ചീകി കൊടുത്തിട്ട് പിന്നെയാണ് ലാസ്റ്റ് എന്താ പറയുക, ലാസ്റ്റ് പാർട്ടിൽ മാത്രമേ ഞാൻ ആക്കുന്നുള്ളൂ. പിന്നെ വീണ്ടും ഞാൻ ലിപ്സ്റ്റിക്ക് ടച്ചപ്പ് ചെയ്തു, സാരി ഉടുത്തു, മാലയിട്ടു. നെക്സ്റ്റ് ഞാൻ വാച്ച് ഇടുന്നുണ്ട്. ടൈറ്റൻ രാഗയുടെ വാച്ചാണ്. പിന്നെ ഈ മാലയുടെ തന്നെ കമ്മൽ പെയറായിട്ടുള്ളത് ഞാൻ ഇടുന്നുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ഈ സാരിയുടെ കൂടെ ചേരും എന്നുള്ള രീതിയിൽ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ സെറ്റ് ഇടുന്നത്. മാലയും കമ്മലിൻ്റെ എൻ്റെ കസിൻ വാങ്ങി തന്നെയായിരുന്നു. സോ മറ്റേ കയ്യിൽ ഞാൻ കുപ്പി വളയായിരുന്നു ആ ഗോൾഡൻ കളർ കാണുന്നത്. മുല്ലപ്പൂവൊക്കെ ചൂടി. പിന്നെ ഞാൻ പെർഫ്യൂം അടിച്ചു. ഇത് ലത്താഫയുടെ ഒരു അംഗം എന്ന് പറഞ്ഞൊരു പെർഫ്യൂമാണ്. ഇത് അടിപൊളി പെർഫ്യൂമാണ്. എല്ലാം റെഡിയായിട്ട് പിന്നെ ഞങ്ങൾ മൂകാംബിക അമ്പലത്തിലേക്ക് പോയി. അത്രയേ ഉള്ളൂ. ബൈ.